സിനിമയ്ക്ക് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണുള്ളത്. അത് മുഴുവൻ ക്രെഡിറ്റ്സ് എഴുതി കാണിച്ച് അവസാനമാണ് കാണിക്കുന്നത്. അത് മനസ്സിലാകണമെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുകയും വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും തുടർന്ന് വരുന്ന സിനിമകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ്. പിന്നെ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് സിനിമ അവസാനിച്ച് ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോഴാണ്. ആക്ടേഴ്സിൻ്റെ പേരും പ്രധാനപ്പെട്ട ക്രൂ മെമ്പേഴ്സിൻ്റെയൊക്കെ പേരുമൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെയാണ്. അതുകൊണ്ട് സിനിമ തുടങ്ങുമ്പോൾ മുതൽ ഫോണും പൊക്കിപ്പിടിച്ച് ദയവ് ചെയ്തിരിക്കരുത്. നോ വേ ഹോം കഴിഞ്ഞ് സ്പൈഡർമാൻ്റെ കഥ ഇനി എങ്ങോട്ട് പോകും എന്ന ചോദ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ലോകം മുഴുവൻ പീറ്റർ പാർക്കറെ മറന്നുപോയ അവസ്ഥയിലാണ് ആ സിനിമ അവസാനിക്കുന്നത്. ആ നിലയിൽ നിന്നാണ് ബ്രാൻഡ് ന്യൂ ഡേ തുടങ്ങുന്നത്. പക്ഷേ ഈ സിനിമ പഴയ കഥ വീണ്ടും പറയാൻ ശ്രമിക്കുന്നില്ല. ശരിക്കും ഒരു പുതിയ തുടക്കം തന്നെയാണിത്. കഥ ആരംഭിക്കുന്നത് നോ വേ ഹോം കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് പീറ്റർ പാർക്കറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യ സിനിമകളിൽ കണ്ടിരുന്ന ആ ചെറുപ്പക്കാരനായ പീറ്റർ അല്ല ഇത്. കൂടുതൽ ഉത്തരവാദിത്വമുള്ളതും കൂടുതൽ പക്വതയുള്ളതും അതേസമയം ഉള്ളിൽ എപ്പോഴും ഇമോഷൻസ് അടക്കിയും വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ടോം ഹോളണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ ടോം ഹോളണ്ട് ചെയ്തതിൽ ഏറ്റവും മികച്ച സ്പൈഡർമാൻ പ്രകടനമാണ് ഈ സിനിമയിലേത്. മാത്രമല്ല പീറ്റർ പാർക്കർക്ക് ഉണ്ടാവേണ്ട ക്യാരക്ടർ ഗ്രോത്ത് ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതും ബ്രാൻഡ് ന്യൂ ഡേയിലാണ്. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് അതിൻ്റെ പേസാണ്. കഥ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. അനാവശ്യമായ സീനുകളോ സമയം കളയുന്ന ഭാഗങ്ങളോ ഒന്നും അനുഭവപ്പെട്ടില്ല. ആദ്യ പകുതി തന്നെ കഥയിലേക്ക് നേരിട്ട് കടക്കുന്നു. ആക്ഷനും ഇമോഷൻസും തമ്മിൽ നല്ലൊരു ബാലൻസ് നിലനിർത്താൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ബോറടിക്കാതെ സിനിമ മുമ്പോട്ട് പോകുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഈ സിനിമയുടെ ഇമോഷണൽ കോറാണ്. ഇത് വെറുമൊരു സൂപ്പർ ഹീറോ സിനിമയല്ല. ഓരോ ആക്ഷൻ രംഗത്തിനും പിന്നിൽ കഥാപാത്രങ്ങളുടെ വികാരങ്ങളുണ്ട്. പീറ്ററിൻ്റെ ഏകാന്തത, ബന്ധങ്ങൾ വീണ്ടും രൂപപ്പെടുന്നത്, ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത്, ഉത്തരവാദിത്ത ബോധം, സ്വന്തം തീരുമാനങ്ങളുടെ ഭാരം, ഇവയെല്ലാം കഥയുടെ ഭാഗമാണ്. അതുകൊണ്ട് ക്ലൈമാക്സിലെ പോരാട്ടങ്ങൾ പോലും വെറും ആക്ഷൻ കാണാൻ വേണ്ടിയല്ല, കഥാപാത്രങ്ങളുടെ വികാരങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. വില്ലനെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യ പകുതിയിൽ വലിയൊരു മിസ്റ്ററിയായി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. രണ്ടാമത്തെ പകുതിയിൽ ആ കഥാപാത്രത്തിൻ്റെ ലക്ഷ്യവും പശ്ചാത്തലവും വ്യക്തമായി പറയുന്നുണ്ട്. ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ നേരിട്ട ഏറ്റവും ശക്തനായ എതിരാളികളിൽ ഒരാളാണ് ഈ വില്ലൻ. എന്നാൽ വെറും ശക്തി മാത്രമല്ല, പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഇമോഷണൽ സൈഡ് കൂടിയുള്ളത് ആ കഥാപാത്രത്തെ മികച്ചതാക്കുന്നുണ്ട്. ജോൺ ബേൺതലിൻ്റെ ഫ്രാങ്ക് കാസിൽ ആ ക്യാരക്ടറിനെ അതിഗംഭീരമായി സിനിമ ഉപയോഗിച്ചിട്ടുണ്ട്. ആരാണ് ഫ്രാങ്ക് കാസിൽ എന്ന പണിഷർ എന്നറിയില്ലെങ്കിൽ തൽക്കാലത്തേക്ക് 50 മിനിറ്റ് മാത്രമുള്ള മാർവൽ ടെലിവിഷൻ സ്പെഷ്യൽസ് ആയിട്ട് ഇറങ്ങിയ ദി പണിഷർ വൺ ലാസ്റ്റ് കിൽ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നത് നന്നായിരിക്കും. അതോടൊപ്പം ബ്രൂസ് ബാനറിൻ്റെ ഹൾക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗങ്ങളും വളരെ നന്നായിട്ടുണ്ട്. ആക്ഷനെക്കുറിച്ച് പറഞ്ഞാൽ ഈ സിനിമ അതിഗംഭീരമാണ്. പ്രത്യേകിച്ച് ദി ഹാൻഡിനൊപ്പമുള്ള ഫൈറ്റുകളും ഹൾക്ക് ഉൾപ്പെടുന്ന രംഗങ്ങളും വലിയ സ്ക്രീനിൽ കാണേണ്ട അനുഭവമാണ്. CGI വളരെ കൂടുതലായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാത്ത അവസ്ഥയൊന്നും ഉണ്ടാകുന്നില്ല. ഓരോ ആക്ഷൻ സീക്വൻസും വളരെ വ്യക്തമായി പിന്തുടരാൻ സാധിക്കും. ടെക്നിക്കലി സിനിമ വളരെ സ്ട്രോങ് ആണ്. സിനിമാറ്റോഗ്രഫി വളരെ മനോഹരമാണ്. സ്പൈഡർമാൻ്റെ വെബ് സ്വിങ്ങിങ്ങും നഗരത്തിലെ ആക്ഷൻ രംഗങ്ങളും വലിയ സ്ക്രീനിൽ ഗംഭീര അനുഭവമാണ്. വിഷ്വൽ എഫക്ട്സ് വളരെ ഉയർന്ന നിലവാരത്തിലാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊന്നും മാർവൽ കോംപ്രമൈസ് ചെയ്യാറില്ലല്ലോ. ക്ലൈമാക്സിൽ ചില ഭാഗങ്ങളിൽ CGIയുടെ അളവ് കുറച്ച് കൂടുതലായി തോന്നിയെങ്കിലും അത് സിനിമയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നമായി എനിക്ക് അനുഭവപ്പെട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പ്രത്യേകം പറയണം. ആദ്യ പകുതിയിൽ തന്നെ ചില നല്ല തീമുകൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സിനിമയുടെ അവസാന ഭാഗത്താണ് സംഗീതം ശരിക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇമോഷണൽ രംഗങ്ങളിലും ആക്ഷനിലുമൊക്കെ മ്യൂസിക് സിനിമയുടെ ഇമ്പാക്റ്റ് ഇരട്ടിയാക്കുന്നുണ്ട്. ടോം ഹോളണ്ട് സ്പൈഡർമാനായി വന്ന മുൻപത്തെ 3 സിനിമകളും സംവിധാനം ചെയ്ത ജോൺ വാട്ട്സ് കൂടുതലും സ്പൈഡർമാൻ്റെ ഹൈസ്കൂൾ കാലഘട്ടവും ടീനേജ് കാലത്തെ ഇമോഷണൽ സൈഡ്, അതുപോലെ ടോണി സ്റ്റാർക്കായുള്ള ബന്ധവുമൊക്കെയാണ് കൂടുതലും മുൻപോട്ട് വെച്ചത്. എന്നാൽ ബ്രാൻഡ് ന്യൂ ഡേയിലേക്ക് വരുമ്പോൾ ഡയറക്ടർ ഡസ്റ്റിൻ ഡാനിയൽ ക്രെറ്റൻ മുൻപോട്ട് വയ്ക്കുന്നത് സ്പൈഡർമാൻ്റെ ഇമോഷൻസിനെയും പേഴ്സണൽ സ്ട്രഗിളിനെയും നഷ്ടപ്പെട്ട ബന്ധങ്ങൾക്ക് പകരം പുതിയ ബന്ധങ്ങൾ നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ ഗ്രൗണ്ടഡ് ആയൊരു സ്പൈഡർമാനെയാണ്. നോ വേ ഹോമിൻ്റെ ഒരു തുടർച്ചയാണ് സിനിമയെങ്കിലും ഒരിക്കലും ഒരു റിപ്പീറ്റഡ് മൂവി അല്ല ഇത്. പേര് പോലെ തന്നെ ബ്രാൻഡ് ന്യൂ മൂവിയാണ്. സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് സത്യത്തിൽ ഒരു കാര്യം മാത്രമല്ല, ശക്തമായ ഇമോഷണൽ സൈഡ്, മികച്ച ക്യാരക്ടർ ആർക്ക്, അതിഗംഭീരമായ ആക്ഷൻ, മികച്ച പെർഫോമൻസുകൾ, അതിവേഗത്തിലുള്ള കഥ പറച്ചിൽ, ഇവയെല്ലാം സിനിമയിലുണ്ട്. എനിക്ക് വ്യക്തിപരമായി ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. മാർവൽ ആരാധകർക്ക് മാത്രമല്ല, സ്പൈഡർമാൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും കുട്ടികൾക്കും വലിയ സ്ക്രീനിൽ ആക്ഷൻ സിനിമകൾ ആസ്വദിക്കുന്നവർക്കും ഇത് തീർച്ചയായും കാണേണ്ട സിനിമയാണ്. പ്രത്യേകിച്ച് IMAX അല്ലെങ്കിൽ അവൈലബിൾ ആയ ഏറ്റവും വലിയ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക.
സ്പൈഡർമാൻ സിനിമയുടെ 3D എഫക്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് ഒരു പൊതു ചോദ്യമാണ്. കാരണം അറിയാലോ, സ്പൈഡർമാനാണ്. 3D അതിഗംഭീരമായിരുന്നു. ആക്ഷൻ രംഗങ്ങളൊക്കെ അതിഗംഭീരം. സത്യത്തിൽ ഇതാണ് ഫാൻസിന് വേണ്ടിയുള്ള ഒരു സ്പൈഡർമാൻ മൂവി. ഒരു കോമിക് കഥാപാത്രത്തിൻ്റെ ഫാൻസ് എന്ന് പറയുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും ഫാൻസിനും തിരിച്ചറിയാൻ കഴിയണം. ഇതങ്ങനെയുള്ള ഒരു ഫാൻ സംഭവമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മൊത്തത്തിൽ പറഞ്ഞാൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ വെറും മറ്റൊരു MCU സിനിമയല്ല. ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ യാത്രയിലെ ഏറ്റവും മെച്ചുവേർഡായ അധ്യായങ്ങളിലൊന്നാണ്. ആക്ഷനും ഇമോഷൻസും ഒരേ അളവിൽ പ്രവർത്തിക്കുന്ന, കഥാപാത്രങ്ങളെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന, തിയേറ്ററിൽ തന്നെ അനുഭവിക്കേണ്ട ഒരു മികച്ച സൂപ്പർ ഹീറോ സിനിമ. എനിക്ക് സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.